എല്ലാവർക്കും നമസ്കാരം. ഞാനൊരു പ്ലാന്റ് നിങ്ങളെ പരിചയപ്പെടുത്തുകയാണേ. ഇത് നമ്മുടെ നാട്ടിൽ പലർക്കും അറിയാവുന്നതാണ്, കുറേ ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്. അതെങ്കിൽ തന്നെ കുറേ ആൾക്കാർക്ക് അറിയത്തില്ല. ഇതൊരു സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കുളിനറി യൂസിന് വേണ്ടി ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നൊരു പ്ലാന്റാണിത്. നമുക്ക് നമ്മുടെ ബിരിയാണിയുടെ ബസുമതി റൈസിൻ്റെ ഒരു ഫ്ലേവറാണ് ഇതിൻ്റെ ഇലയ്ക്കുള്ളത്. ചൂടാക്കി കഴിയുമ്പോഴേ ഉള്ളൂ. പച്ചയ്ക്ക് അതിന് മണത്താൽ യാതൊരു മണമില്ല. ഉണങ്ങിക്കഴിഞ്ഞാലും ചൂടാക്കി കഴിഞ്ഞാലും നമുക്ക് ഉണങ്ങിയ ശേഷം യൂസ് ചെയ്യാം, പച്ചയായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ബിരിയാണിയിൽ പ്രത്യേകിച്ച് ഇത് ഇട്ടിട്ടുണ്ടെങ്കിൽ ബസുമതി റൈസിൻ്റെ ആ സ്മെല്ലും ആ ഫ്ലേവറും ബൂസ്റ്റ് ചെയ്യും. ഇത് നമ്മൾ ഈ ഏഷ്യൻ സൂപ്പുകളിലൊക്കെ വളരെയേറെ യൂസ് ചെയ്യുന്ന, നല്ല ഫ്ലേവർ കിട്ടാൻ, അരോമ കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇലയാണ്. നമ്മുടെ നാട്ടിൽ ഇതിനെ ബിരിയാണി ഇല എന്ന് പറയും, രമ്പ ഇല എന്നൊക്കെ പറയും. ഇതിന് പാണ്ടൻ അഥവാ പണ്ടാന എന്നൊക്കെ പറയുന്ന ഒരു ലീഫാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു കൈതയാണ്. അപ്പം വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതിനെ ഗ്രോ ചെയ്തെടുക്കാം. അപ്പം അധികം മുഴുപ്പൊന്നും വരില്ല. ചട്ടിയിൽ നമുക്ക് ഇതിനെ വളർത്തി കഴിഞ്ഞാൽ നല്ലൊരു അലങ്കാര ചെടിയായിട്ടിരിക്കും. ഇതിന് ഇതുപോലെ വേരുകളൊക്കെ വരും. അടിയിൽ നിന്ന് ഇതുപോലെ തൈ വരും. ഏതെങ്കിലും ഒരു തൈയോ അല്ലെങ്കിൽ ഇത് തണ്ടിങ്ങനെ തിരിഞ്ഞു കഴിയുമ്പോൾ തണ്ടിൻ്റെ ഒരു കഷ്ണം നട്ടാലും നമുക്ക് തൈകളുണ്ടാകും. അല്ലെങ്കിൽ സാധാരണ ഇതിൽ കൈതയിലുണ്ടാകുന്ന പോലെ തന്നെ ഇടയ്ക്ക് ഇങ്ങനെ സാപ്ലിങ്സ് ഉണ്ടാവും. ഇതിനെ നമ്മൾ പറിച്ച് നട്ടാലും ഈസി ആയിട്ട് ഉണ്ടാക്കാം. നമുക്കൊരു ഇതുപോലെ ആയിരിക്കുന്ന വലിയൊരു ലീഫ് നമ്മൾ ഒരു കഷ്ണം ലീഫ് നമ്മളൊരു ബിരിയാണിയിലോ അല്ലെങ്കിൽ നെയ്ച്ചോറിനോ ഫ്രൈഡ് റൈസിനോ ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഭയങ്കരമായിട്ടുള്ള ഒരു ഫ്ലേവർ ഡിഫറൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അപ്പം വളരെയേറെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു പ്ലാന്റാണ്. നമുക്ക് ചട്ടിയിൽ അലങ്കാര ചെടിയായിട്ടും കുക്കിങ്ങിനും യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ കറിവേപ്പിലയൊക്കെ പോലെ തന്നെ വീട്ടിലെല്ലാവരും വളർത്തേണ്ട ഒരു ചെടിയാണ് പണ്ടാന അഥവാ പാണ്ടൻ അഥവാ രമ്പ, ബിരിയാണി കൈത. ഇത്രയും പേരിലാണ് നമ്മൾ സാധാരണ ഇതിൽ അറിയപ്പെടുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം.